ദൈവദശകത്തിൻ്റെ ഒരു വ്യാഖ്യാനമോ ഒന്നുമല്ല നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. വെറുതെ അതിൻ്റെ ഒരു ഫീൽ അതിലൊന്ന് ആ ഒരു ഫീൽ അനുഭവിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. ഒരു 3 ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മളിതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് 2 ദൈവദശകം പോലെയുള്ള പ്രാർത്ഥനകൾ 2 കാര്യങ്ങളാണ്. നമുക്ക് 2 രീതി അല്ലെങ്കിൽ 2 അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാനാണ് അത് ശ്രമിക്കുന്നത്. ഒന്ന്, ഒരു അറിവിൻ്റെ ലോകത്തെ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുക. ആ അറിവിൻ്റെ ലോകം സൃഷ്ടിക്കുമ്പോൾ അതിൽ വൈകാരികത ചോർന്നു പോകാതിരിക്കുക. നമ്മുടെ തത്വചിന്തകളെല്ലാം പലപ്പോഴും വെറും ബുദ്ധിപരമായി പോയതുകൊണ്ട് നമുക്ക് പലപ്പോഴും അതിൻ്റെ ഒരു അനുഭവം കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ നാരായണ ഗുരു തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ പറയും, അരുളില്ല അതെങ്കിൽ അസ്ഥി തോൽ സിര നാറുന്ന ഒരുടമ്പു താനവൻ മരുവിൽ പ്രവഹിക്കുമമ്പു ആ പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാം. അപ്പോൾ അരുളില്ലെങ്കിൽ അല്ലെങ്കിൽ കരുണയില്ലെങ്കിൽ സ്നേഹമില്ലെങ്കിൽ ആ ഒരു ഹൃദയത്തിലൊരു നനവില്ലെങ്കിൽ എന്ത് ഉണ്ടായാലും ജീവിതം അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത് മജ്ജയും മാംസവും രക്തമൊക്കെയുള്ള നാറുന്ന ഒരു ശരീരം മാത്രമാണ്. മരുഭൂമിയിൽ ഉണ്ടെന്ന് തോന്നുന്ന കാനൽ ജലം പോലെയും ഫലവും ഗന്ധവും ഇല്ലാത്ത പുഷ്പം പോലെയും നിഷ്ഫലവുമാണ് അത്. ഇതുപോലെ തന്നെയാണ് ശുദ്ധമായ വൈകാരിക ഭാവത്തിൻ്റെ പശ്ചാത്തലമില്ലാത്ത അറിവുകൾ, അതുപോലെ തന്നെ അറിവില്ലാത്ത വൈകാരികതയും. അപ്പം അറിവിൻ്റെ പശ്ചാത്തലമില്ലാത്ത വൈകാരികതയും വൈകാരികതയുടെ പശ്ചാത്തലമില്ലാത്ത അറിവും ഒരുപോലെ മനുഷ്യനെ ഇരുട്ടിലേക്ക് കൊണ്ടുപോയതിൻ്റെ തെളിവുകളാണ് നമ്മുടെ ലോകത്തുണ്ടായിട്ടുള്ള പല മതങ്ങളും ദർശനങ്ങളുമൊക്കെ. അതൊക്കെ പലപ്പോഴും യുദ്ധങ്ങൾക്കും മനുഷ്യരെ ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ പലതാക്കി മുറിച്ചു മാറ്റുന്നതിന് കാരണമായി തീർന്നത്, ഒന്ന് നമ്മുടെ ഭക്തിയിൽ അറിവില്ലാതെ പോയി എന്നുള്ളതും 2 അറിവിൽ ഭക്തിയില്ലാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ വാദങ്ങൾ കൊണ്ടും തർക്കങ്ങൾ കൊണ്ടും മലീമസമായിരുന്ന ഒരു തത്വചിന്തയുടെ ലോകം നമുക്കുണ്ടായിരുന്നത് കൊണ്ടാണ് നാരായണ ഗുരു വാദിക്കാനും തർക്കിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമായിരിക്കണം ദർശനമുണ്ടാവേണ്ടതെന്ന് ഒരു ഭാഗത്ത് പറഞ്ഞത്. മറ്റൊരു ഭാഗത്ത് ഇത് അറിവിൻ്റെ ലോകം, നമ്മുടെ തത്വചിന്തയുടെ ലോകം. മറ്റൊരു ഭാഗത്ത് അറിവില്ലാതെ ഭക്തി അന്ധമായി പോയപ്പോഴാണ് ഞങ്ങളുടെ ഭക്തി നിങ്ങളുടെ ഭക്തി എന്നൊക്കെ പറയുന്ന രീതിയിൽ മനുഷ്യൻ പലതായി മുറിച്ചു മാറ്റുന്ന ഭക്തികളുണ്ടായത്. ഈ 2നെയും സമന്വയിപ്പിച്ച്, അറിവിനെയും ഭക്തിയെയും സമന്വയിപ്പിച്ച് ഒരു പുതിയ ഉണർവുണ്ടാക്കുന്ന ഒരു ധാരയ്ക്ക് തുടക്കം കൊടുത്തിട്ടുള്ള ഒരുപാട് മഹാത്മാക്കളുണ്ട്. അതിൽ നമ്മളുടെ മലയാളത്തിൽ ഏറ്റവും ശുദ്ധമായ ഭാഷയിൽ ശുദ്ധമായ ഭാവത്തിൽ അറിവിനെയും ഭക്തിയെയും കോർത്തിണക്കിയിട്ടാണ് ഗുരു ദൈവദശകം എന്ന് പറയുന്ന പ്രാർത്ഥന നമുക്ക് എഴുതി തന്നിട്ടുള്ളത്. അതിലെ 4ാമത്തെ ശ്ലോകം മുതലാണ് ഇനി നമ്മൾ പറയുന്നത്. 3 ശ്ലോകം നമ്മൾ പറഞ്ഞു. ഈ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കാവ്യാത്മകമായ ഒരു അവതരണത്തിലൂടെ ഒരു വലിയ അറിവിലേക്ക് ഗുരു നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതെ ഇങ്ങു ഞങ്ങളെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലതരത്തിലുള്ള അജ്ഞാനങ്ങൾക്ക് വശംവദരായി ദുഃഖം അനുഭവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ വെറുതെ കരഞ്ഞു വിളിച്ചതുകൊണ്ട് മാത്രം നമ്മളുടെ അജ്ഞാനം ഇല്ലാതെയാവില്ല. നമ്മളുടെ ഈ ദുഃഖത്തെ ഇല്ലാതാക്കണമെങ്കിൽ നമുക്ക് അറിവിൻ്റെ ഒരു ഉണർവ് കൂടി ഉണ്ടാവണം. ഭാഗികമായി നമ്മൾ അറിയുന്ന കാര്യങ്ങളെ മുഴുവൻ വികസിപ്പിച്ച് സമഗ്രമായ ഒരു അറിവിലേക്ക് നമ്മൾ വികസിക്കേണ്ടതുണ്ട് എന്ന് ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ചിട്ടാണ് ഗുരു അടുത്ത ശ്ലോകം എഴുതുന്നത്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്ന് ഉള്ളിലാകണം. ഗുരുവിൻ്റെ എപ്പോഴും ഉദാഹരണമായിട്ട് എടുക്കുന്ന ഒന്നാണ് കടൽ. കാരണം ഗുരു ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് കടൽക്കരയിലൂടെ ആയിരിക്കണം. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്ന് ഉള്ളിലാകണം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവണം. പലപ്പോഴും ഞാൻ
തിര വേറെയാണ്, കടൽ വേറെയാണ്, ആഴം വേറെയാണ് എന്ന് ധരിച്ചാണ് ജീവിക്കുന്നത്. അത് ആ തെറ്റിദ്ധാരണ മാറ്റി കടലും കടലിൽ ഉയർന്നു പൊന്തുന്ന തിരമാലകളും അതിൻ്റെ ആഴവുമെല്ലാം ജലം തന്നെയാണ്, ജലത്തിൽ നിന്ന് അന്യമല്ലാതെയാണ് ആഴവും കടലും തിരയും ഇരിക്കുന്നത് എന്ന ഒരറിവിലേക്ക് ഞാൻ ഉണരേണ്ടതുണ്ട് എന്ന ഒരറിവ് ആണ് ഗുരു നമുക്ക് ഈ ശ്ലോകത്തിലൂടെ പ്രദാനം ചെയ്യുന്നത്. ഈ കടൽ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും ഇരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തെ അനുഭവിക്കുന്നത് കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ഭൂമിയിലാണെങ്കിൽ കോടാനുകോടി ജീവജാലങ്ങൾ, ഇങ്ങനെ പലതായി വിരിഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തെ മുഴുവൻ ചേർത്ത് ഗുരു പറയുന്നു, ഇതാണ് ഞങ്ങൾ. ഈ ഞങ്ങൾ എല്ലാം എന്ന് പറയുന്ന മഹാപ്രപഞ്ചം എന്ന് പറയുന്ന ഏകത്വത്തിൽ കടലിൽ എങ്ങനെയാണോ തിരമാലകൾ, അതുപോലെ പല ജീവജാലങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ പലതായിരിക്കുന്ന ജീവജാലങ്ങളിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഈ ജീവജാലങ്ങളെ മുഴുവൻ കോർത്തിണക്കിയിരിക്കുന്നത് ഒരു കടൽ സാഗരമാണ് എന്നുള്ളത് ഞാൻ മറന്നുപോകുന്നു. ആ മറവി നമ്മളിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ തിരമാലകൾക്ക് കാരണമായ കാറ്റിനെ മായയോട് ഉപമിച്ചത്. അപ്പോൾ ഈ തിരമാല, നമ്മളൊരു കടലിൽ തിരമാല കാണുമ്പോൾ തിരമാല ജലമാണ് അല്ലെങ്കിൽ അത് കടൽ തന്നെയാണ് എന്ന് മറന്നുപോയി എന്നതാണ് നമ്മുടെ പ്രശ്നം. അല്ലെങ്കിൽ നമ്മളതിനെ കടലിനെ കാണാതെ പോയി, ജലത്തെ കാണാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഒരു തിരമാല കാണുമ്പോൾ സാഗരത്തെ മറന്നു പോകാൻ കാരണമായത് കാറ്റ് ആയതുകൊണ്ട്, കാറ്റ് കാരണമാണ് തിരമാല ഉണ്ടായതുകൊണ്ട് ആ കാറ്റിനെ മായ എന്ന് വിളിച്ചു എന്ന് മാത്രം. ഉള്ളതിനെ ഉള്ളതുപോലെ കാണാതിരിക്കുന്നതിനെയാണ് മായ എന്ന് പറയുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ തിരമാല കാണുമ്പോൾ അത് ജലമാണെന്ന് നമ്മൾ മറന്നു പോയതുകൊണ്ട് മായ എന്ന് വിളിക്കുന്നു. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾ എല്ലാം എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന് പലതായി വിരിഞ്ഞിരിക്കുന്ന നാമരൂപാത്മകമായ ലോകങ്ങളിലേക്ക് നോക്കിയപ്പോൾ നമ്മൾ എല്ലാം എന്ന് പറയുന്നതിനെ മറന്നുപോയി പലത് ആയിരിക്കുന്നതിൽ നമ്മളായിപ്പോയി. അങ്ങനെ ഞങ്ങൾ, നിങ്ങൾ എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇതിന് കാരണമായ കാറ്റ് അല്ലെങ്കിൽ അറിവില്ലായ്മ എന്താണോ അതിനെ നമ്മൾ മായ എന്ന് വിളിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ ഗുരു പറയുന്നത്, സൂക്ഷ്മമായി നോക്കിയാൽ ഈ പലതായിരിക്കുന്നതിനൊക്കെ കാരണമായിരിക്കുന്ന കാറ്റിനെ അവൻ്റെ മഹിമയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒന്നിനെ തന്നെ പലതായി വിരിയിപ്പിച്ച് സുന്ദരമായൊരു പ്രപഞ്ചത്തെയാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ ആ ഒരു അറിവ്, ആ ഒരു ഉണർവ് നമ്മുടെ മുമ്പിൽ ആവിഷ്കരിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ വൈവിധ്യത്തിലും വൈചിത്ര്യത്തിലും ആ ഏകതയുടെ സൗന്ദര്യത്തെയാണ് നമ്മൾ ദർശിക്കേണ്ടത്. അങ്ങനെ ദർശിക്കാൻ തുടങ്ങുമ്പോൾ ആ കാറ്റിനെ, തിരമാലകൾക്ക് കാരണമായ കാറ്റ്, അവൻ്റെ മഹിമയായിട്ട് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. അത്രമാത്രം വൈവിധ്യങ്ങളുണ്ട്. നമ്മളൊരു കുറേ മണ്ണ് കുഴച്ച് അതിൽ നിന്ന് ഒരു കലമുണ്ടാക്കി, കുടമുണ്ടാക്കി, പാത്രങ്ങളുണ്ടാക്കി, കപ്പുണ്ടാക്കി, പലതുമായിട്ട് മെനഞ്ഞുണ്ടാക്കുമ്പോൾ ആ പലതായിരിക്കുന്നതെല്ലാം ഈ കളിമണ്ണിൽ നിന്ന് രൂപപ്പെട്ടു വന്ന മഹത്തായ കലാസൃഷ്ടികളായിട്ട് നമ്മൾ അനുഭവിക്കാറ്. ആ പലത് നമുക്ക് അസ്വസ്ഥതയല്ല ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നത് കളിമണ്ണ് തന്നെയാണെങ്കിലും ഈ പലതാക്കി മാറ്റുന്ന തിരമാലകളെ പോലെയാണ് പലത്. ഈ പലതായിട്ടിരിക്കുന്നതെല്ലാം ഈ കളിമണ്ണിൻ്റെ തന്നെ മഹിമയാണ്. അല്ലെങ്കിൽ ഈ കളിമണ്ണ് ഏതൊരു കുശവൻ്റെ കരവിരുതിലൂടെയാണ് രൂപപ്പെടുന്നത്. ആ കരവിരുതിനെ അവൻ്റെ മഹിമയായിട്ട് കരുതണം. ആ കരവിരുതാണ് കാറ്റ് എന്ന് പറയുന്നത്. അതേ കടലിൽ കാറ്റ് തിരമാലകൾക്ക് കാരണമാകുന്നത് പോലെ ഈ ആകെ പ്രപഞ്ചത്തിൽ പല നാമരൂപങ്ങൾക്ക് കാരണമായിട്ടിരിക്കുന്ന മായ എന്ന് പറയുന്നത് സത്യത്തിൽ അവൻ്റെ മഹിമ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും. ഇവിടെ തിരയെ മായ എന്ന് വിളിക്കുന്നു. പക്ഷേ ഈ മായയായിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കടൽ തന്നെയാണ്, സാഗരം തന്നെയാണ്. അതിന് കാരണമായിരിക്കുന്ന കാറ്റ് ആയിട്ടിരിക്കുന്നത് അവൻ്റെ മഹിമയായിട്ട് മനസ്സിലാക്കണം. പിന്നെ ഇതിൽ ദൈവമായിട്ടിരിക്കുന്നത്, അറിവായിട്ടിരിക്കുന്നത് കടലിൻ്റെ ആഴമാണ്. അപ്പോൾ നമ്മൾ ഈ കടലിൻ്റെ ആഴത്തിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ തിരമാലകളില്ല, അവിടെ യാതൊരു ചലനവുമില്ല, പരിപൂർണമായ നിശ്ചലത മാത്രമേ ഉള്ളൂ. അപ്പോൾ പരിപൂർണമായ നിശ്ചലതയിൽ നിന്നാണ് എല്ലാ ചലനങ്ങളും ഉണ്ടായി, തിരമാലകളും കാറ്റും എല്ലാം ഉണ്ടായി വരുന്നത് എന്നൊരറിവ് നമുക്കുണ്ടാവുക ഏതൊന്നിൻ്റെയും ആഴത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഉപരിതലങ്ങളിൽ മാത്രം
പ്രസരിച്ച് നിൽക്കുന്ന നമ്മുടെ ബോധത്തെ അതിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി ആ ആഴത്തിൽ നമ്മൾ മൗനാത്മകരായിരിക്കുമ്പോഴാണ് പലതായി വിരിഞ്ഞിരിക്കുന്ന ലോകമെല്ലാം ദൈവത്തിൻ്റെ മഹിമയാണ് എന്നൊരറിവ് നമുക്കുണ്ടാവുക. ഈ ഒരു സമഗ്രമായ, അതായത് ഭാഗികമായ ഒരു ദർശനത്തിൽ നിന്നും സമഗ്രമായൊരു ദർശനത്തിലേക്ക് നമ്മളുടെ ബോധത്തെ ഉണർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി എഴുതിയിട്ടുള്ളൊരു ശ്ലോകമാണ് ഇത്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്ന് ഉള്ളിലാകണം.